ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ചീര അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചീര അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതിൽ ചീര മാത്രമല്ല ചേർത്തിരിക്കുന്നത്, വേറെയും 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താണ് ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 പച്ചക്കായ നീളത്തിലരിഞ്ഞതും, ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, പിന്നെ 4-5 തണ്ട് ചീരയുടെ തണ്ടാണ് ഇത്, നേരത്തെ നേർക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത്രയൊന്ന് വേവിക്കാം. അപ്പോൾ വേവ് കൂടുതലുള്ള സാധനങ്ങൾ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം, വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് നോക്കാം. കുറച്ച് അരപ്പേ ഉള്ളൂ കേട്ടോ. അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 ചുമന്നുള്ളി, 3-4 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. അത് നമുക്ക് അവിയലിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചീര അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചീര ഇച്ചിരി വലുതായിട്ടാണ് അരിയുന്നത് കേട്ടോ. തീരെ ചെറുതായിട്ട് അരിയേണ്ട കാര്യമില്ല, വലുതായിട്ട് തന്നെ അരിഞ്ഞേക്കാം. അങ്ങനെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി കിട്ടണം. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചീരയെല്ലാം വെന്തിട്ട്, ഈ സമയത്ത് ഒരു മുറി മാങ്ങാ കഷ്ണമാണ്, ഒരു മാങ്ങയുടെ ഒരു 1/3 ഭാഗം എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാങ്ങയൊന്ന് വെന്ത് കിട്ടണം, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിടയിൽ ഞാൻ ഒരു മുരിങ്ങയ്ക്കായും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. മുരിങ്ങയ്ക്ക ചേർത്തതിൻ്റെ വീഡിയോ ഇതിനകത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് അരപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തത്. കാരണം മുരിങ്ങയ്ക്ക ആദ്യമേ നമ്മളിട്ട് ഇളക്കുമ്പോഴേക്കും അതങ്ങ് പൊടിഞ്ഞ് അതിൻ്റെ നാരെല്ലാം കാണും. അപ്പം പൊടിഞ്ഞു പോയാൽ നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തത് കേട്ടോ. മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എന്താ, മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടിട്ട് 2-3 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കായും ചീരയും കായും മാങ്ങയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്, അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ളതാണ് അല്ലേ. ചീരയും മുരിങ്ങയ്ക്കായും മാങ്ങയെല്ലാം കൂടെ ചേർന്ന് ഈ സമയത്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. വേണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം. ഞാനിവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ നമ്മുടെ അവിയൽ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.